അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞാൻ വീഡിയോസിൽ ഇങ്ങനെ വരാതെ കുറേ ദിവസങ്ങളായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ചില ബിസി കാരണമായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കാതെ ഇരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും തുടരെയായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വന്നു പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഏക റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദും അതേപോലെ നൗഷാദ് ബാക്കവി ഉസ്താദ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സ്നേഹസാഗരം എന്ന പേരിൽ നടത്തി വരാറുള്ള നൗഷാദ് ബാക്കവി ഉസ്താദ് മുമ്പ് തന്നെ എത്രയോ കൊല്ലങ്ങളായി ഒരു ഇത് നടത്തി വരാറുള്ളത് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരെയും നല്ല രീതിയിൽ നോക്കുന്നതായ ഒരു സ്ഥാപനം എന്നും കൂടി നമുക്ക് പറയാം. അപ്പോൾ ഇതിലേക്ക് ഗസ്റ്റായിട്ട് വന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു അൻസാരി സുഹൈരി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ നൗഷാദ് ബാക്കവി ഉസ്താദിൻ്റെ ഒഫീഷ്യലായിട്ട് ചാനലിൽ തന്നെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അവിടെ അൻസാരി സുഹൈരി ഉസ്താദിൻ്റെ ചില വാക്കുകൾ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം എന്ന് തോന്നിയത് കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നുള്ളത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം. അതായത് ഈ യൂട്യൂബിൽ പല ഉസ്താദന്മാർ തന്നെ വൈറ്റ് വെള്ള വസ്ത്രം ധരിക്കുന്ന ഉസ്താദന്മാർ തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് പുറത്തിലൂടെ തംബ്നെയിൽ കൊടുക്കും. അതായത് ഈ അത്ഭുതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ സ്വപ്നങ്ങൾ കണ്ടാൽ വളരെ ഭീകരമായിരിക്കും, മരണം വരെ സംഭവിക്കും, 1000 തവണ ഈ ദിക്ർ ചൊല്ലി കഴിഞ്ഞാൽ നിങ്ങളുടെ കടങ്ങൾ വീടി കിട്ടും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പല രീതിയിലുള്ള തംബ്നെയിലുകൾ കൊടുത്തിട്ട് ഒരു വിഷയം അതാണ്. അപ്പോൾ ആ ഒരു തംബ്നെയിൽ കണ്ട് അത്ഭുതപ്പെട്ട് ഞെട്ടിക്കഴിഞ്ഞ് കുറേ ആൾക്കാരെ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസൊക്കെ കാണാറുണ്ട്. അതിൽ പറയുന്നത് പോലെ ചെയ്യാറുമുണ്ട്. മാത്രമല്ല മറ്റൊരു വിഷയം കൂടി ഇതിൽ പറയാനുള്ളത് ഈ ഓൺലൈൻ മജ്ലിസിനെ കുറിച്ചിട്ടും തന്നെയാണ്. ഞാൻ പണ്ട് മുതലേ പറയുന്ന ഒരു വിഷയം കൂടിയാണ് ഈ ഓൺലൈൻ മജ്ലിസ്. എല്ലാ ഓൺലൈൻ മജ്ലിസും ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. എത്രയോ തട്ടിപ്പ് നടത്തുന്ന ഓൺലൈൻ മജ്ലിസുകളുണ്ട്. അതായത് വെറും പണത്തിന് മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന ചില ഓൺലൈൻ മജ്ലിസുകൾ നമുക്കിടയിലുണ്ട്. ചില ഓൺലൈൻ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകും. കാരണം കൂടുതലായിട്ടും മജ്ലിസുകൾ നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പണത്തിൻ്റെ മാത്രമായിട്ട് ലക്ഷ്യം വെച്ച് നടന്നു വരാറുള്ളത് മജ്ലിസുകൾ. അപ്പോൾ അതിൽ ചില മജ്ലിസുകൾ നല്ല രീതിയിൽ ഇഖ്ലാസോടുകൂടി നടത്തുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇത് മാത്രമല്ല, പിന്നെ ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ ഒത്തിട്ട് നടത്തിയ ഒരു പ്രഭാഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ അൻസാരി സുഹൈരി ഉസ്താദ് പറഞ്ഞ വാക്കുകൾ. ഈ പെണ്ണുങ്ങൾക്ക് മറ്റൊരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ സ്വപ്നം കണ്ടാൽ അതിന് വലിയൊരു കാര്യമാക്കിയിട്ട് ഉസ്താദിനോട് കോൾ ചെയ്ത് ചോദിക്കുന്ന ഒരു സമ്പ്രദായം. ആ ഒരു വിഷയത്തിനും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണ്ടി നമുക്ക് പറയാം. ഞാൻ ആദ്യമായിട്ട് സുഹൈരി ഉസ്താദിൻ്റെ ആ ഒരു പ്രഭാഷണം കേൾപ്പിച്ച് തരാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഈ വാക്കിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട് എന്നും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇവരെ ഈ പെണ്ണുങ്ങൾ ഒരു പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട്. നൗഷാദ് നമ്പർ കിട്ടാൻ ഗ്രൂപ്പിലേക്ക് ഇടും. പിന്നെ ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് നിസ്കാരത്തിന്റെ ഫർദ് സുന്നത്തൊന്നും അറിയണ്ട. മോളെ പ്രസവത്തിന് കൊണ്ടുപോകണം, എത്ര മണിക്ക് വിളിക്കണ്ട, രാഹുവാനം പറയാൻ വേണ്ടി ബാക്കി. ഞാനൊക്കെ ആലോചിച്ചു പോയി. 9 കൊല്ലം ദർസിലോതി, 9 കൊല്ലം ദർസിലോതി, ഒരു വർഷം ബിരുദത്തിന് പോയി, 10 കൊല്ലം ഓതി. ഒരുപാട് കാര്യങ്ങൾ ഹ്രസ്വമായ കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉസ്താദേ തഹജ്ജുദ് നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് എന്താണ്? നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നതാണ്. 2-ാമത്തെ റക്അത്തിൽ എന്താ ഓതേണ്ടത്? ഇന്നതാണ്. ഇതാകെ വിളിക്കുന്ന ഉസ്താദേ ആനയുടെ സ്വപ്നം കണ്ട്, ആന പിണ്ടവും കണ്ട്, എന്താണ് അതിന്റെ അർത്ഥം? ആനയെ സ്വപ്നം കണ്ടാലുള്ള അർത്ഥം അറിയത്തില്ലേ? എന്താ ആനയെ സ്വപ്നം കണ്ടാൽ? ഒലക്കയുടെ മൂട്, അത് തന്നെ. എന്റെ പെങ്ങള്, എന്റെ ഇളയ പെങ്ങളാ, അത്യാവശ്യം നല്ല തടിയുള്ള പെണ്ണാണ്. അവിടെ ഇങ്ങനെ ക്ഷീണിച്ച് ശരീരം ക്ഷീണിച്ച് വന്നപ്പം പല ഉസ്താദന്മാരെ കൊണ്ട് കാണിച്ച്, ഡോക്ടർമാരെ കൊണ്ട് പിടിച്ച് ഇവിടെ ക്ഷീണം മാറുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി. അവസാനം കരുമാറ്റയിലുള്ള നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു വിജയൻ ഡോക്ടറെ കാണിച്ചു. അയാൾ കൈ വലിച്ചു പുറത്തൊന്ന് കൊടുത്തിട്ട് പറഞ്ഞു, നീ യൂട്യൂബ് കാണത്തില്ലെന്ന്. അതെന്ന് പറഞ്ഞു, നിന്റെ തലയിൽ എന്തോ കിടപ്പുണ്ട്. ഇവിടെ ഏതോ മുസ്ലിയാര് പറഞ്ഞു ഇവളെന്തോ സ്വപ്നം കണ്ടു, ഈ സ്വപ്നത്തിൽ ഭർത്താവ് മരിച്ചു പോകുന്നു, ഇവളിങ്ങനെ നടക്കുന്നു, ഭർത്താവ് മരിക്കുന്നു.
ഒന്ന് ആലോചിച്ചു. ദുൽമുണ്ടാക്കുന്നത് മൂല്യമാരുണ്ടാക്കുന്ന ദുൽമ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്താ? പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് പരോപകാരമാണ്. ഇന്നത് ചെല്ലിയാൽ ഇന്നത്. കടമിടാൻ എന്ത് ചെയ്യേണ്ടത്? കടമിടാൻ പണിക്ക് പോകണം. പണിക്ക് പോകാതെ കടം തീരത്തില്ല. പറഞ്ഞു തന്ന മുജാര വീട്ടിൽ പോയി രാവിലെ ഇരിക്കണം, ഞങ്ങൾ ചെല്ലിയിട്ട് കടം തീർന്നില്ല. അങ്ങനെ കടം തീരത്തില്ല. പണിയെടുക്കണം. പണിക്ക് പോകുന്ന ഉസ്താദ് ആദ്യം ഒറ്റ രാത്രി കൊണ്ട് കടം തീരും. ഇവൻ ഉറക്കം ഓടിച്ചിരിക്കുന്നല്ല കടം തീരുവ. രാവിലെ ഇവൻ കടം തീരുമെന്ന് പറഞ്ഞിരിക്കുമ്പോ ബാങ്കുകാർ കൊണ്ടുവന്ന് ജപ്തി നോട്ടീസ്. കടം തീരുമെന്ന് പറഞ്ഞ നടക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ യൂട്യൂബൊക്കെ കണ്ടോ? സംഭവം ശരിയാണ്. നിങ്ങൾ ഈ കള്ളത്തരത്തിന് പിന്നാലെ പോകരുത്. നിങ്ങളൊരു കാര്യം ഇവിടെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാണ്, സ്വപ്ന വ്യാഖ്യാനം നിങ്ങൾ പഠിച്ചു വെച്ചോ. തങ്ങൾ പറഞ്ഞതാണ്, നുബുവത്ത് അവസാനിച്ചെങ്കിലും അള്ളാഹുവിന്റെ പക്ഷത്തു നിന്നുള്ള ചില സന്ദേശങ്ങളാണ് സ്വപ്നങ്ങൾ, നല്ല സ്വപ്നങ്ങൾ. ഇത് സ്വാലിഹീങ്ങളായ ആളുകൾ കാണുന്ന സ്വപ്നങ്ങളാണ്. അള്ളാഹുമായി അത്രയും ബന്ധമുള്ള ആളുകൾ കാണുന്ന സ്വപ്നങ്ങളാണ്. നമ്മൾ ആനയുടെ സ്വപ്നം കണ്ടാലും ആനപ്പിണ്ടന്റെ സ്വപ്നം കണ്ടാലും ഒരു മണ്ണാങ്കട്ടയും സ്വപ്നം കാണുക. രാവിലെ എണീച്ച് വന്നിട്ട് പല്ല് കേൾക്കാൻ നിസ്കരിക്കുക. ഇതിങ്ങനെ പല്ല് പോലെ തേക്കാൻ രാവിലെ ഇരിക്കുക. ഞാൻ സ്വപ്നം കണ്ടത് അങ്ങനെയൊന്നും ആവരുത്. ഈ മാനികമായ ഒരു ബലം വേണം. എല്ലാം റബ്ബിന്റെ പക്ഷത്ത് നിന്നാണ്. അങ്ങനെയാണെങ്കിൽ വാക്കവിയൊക്കെ എത്ര സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടതിന്റെ പിന്നാലെ വാക്കവി പോകാനെങ്കിൽ ഇങ്ങനെ ഒരു സൗദം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അങ്ങനത്തെ വഞ്ചനകൾ നമ്മൾ വിട്ടുപോകരുത്. അതുപോലെ തന്നെ മറ്റൊരു അസുഖമാണ്, ഈ 10 അടയാളങ്ങൾ നിങ്ങളിൽ ഉണ്ടോ, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്. ഭർത്താവ് വന്ന് ചോറ് ചോദിച്ചിട്ട് വെള്ളം ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. എന്തേ ഒന്നും വേണ്ട. എന്തേ? ക്യാൻസറാ. ഒരു രോഗത്തിന്റെ 10 അടയാളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു അടയാളം നമ്മളിൽ ഉണ്ടാവും. 99% മനുഷ്യരുടെയും മോശം കറക്റ്റ് അല്ല. എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഉറക്കത്തിൽ നിന്നിച്ച് നമ്മൾ ബാത്റൂമിലേക്ക് പോയാൽ മോശം കറക്റ്റ് ആവില്ല. കാരണം എന്തുകൊണ്ടാണ്? മോശം കറക്റ്റ് ആണെങ്കിൽ ഫൈബർ കൂടി ഭക്ഷണം കഴിക്കണം. നമ്മൾ കൂടുതൽ എന്താ കഴിക്കുക? അൽഫാം കഴിക്കുക. അൽഫാം കഴിച്ചാലൊന്നും അങ്ങനെയൊന്നും നമ്മുടെ മോശം ശരിയാവില്ല. അപ്പൊ പിന്നെ ഉറക്കിച്ച് അൽഫാം കഴിച്ചിട്ടത് ക്യാൻസർ. അള്ളാഹു നമുക്ക് ബുദ്ധിയും ബോധമൊക്കെ തരട്ടെ. ഇപ്പൊ ഇനി അങ്ങനെ ദ്വാരക്കണം, അള്ളാഹു തല വിവരം തരട്ടെ, അള്ളാഹു ബുദ്ധിയും ബോധം തരട്ടെ എന്നാ ദ്വാരക്കേണ്ടത്. ബാക്കിയൊക്കെ പിന്നെ തന്നു. അന്ധമില്ലായ്മ അള്ളാഹു തല ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കാരുണ്യം, റഹ്മത്ത്, കൃപ, ഇതൊക്കെ കൊണ്ടാണ് അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യര് രക്ഷപ്പെടുന്നത്. അടുത്തു നിൽപ്പോരനുജന നോക്കാൻ അച്ചികളില്ലാത്ത കരൂപരീശ്വരനായാൽ അതിലെന്താചര്യം? അടുത്തു നിൽപ്പോരനുജന നോക്കാൻ അച്ചികളില്ലാത്തവർക്ക് അരൂപരീശ്വരനായാൽ അതിലെന്താചര്യം? അത് കവി പറഞ്ഞതുപോലെ, സ്വന്തം അനുജൻ കടപ്പാടമില്ലാതെ വിഷമിക്കുകയാണ്, സ്വന്തം പെങ്ങള് കടപ്പാടമില്ലാതെ വിഷമിക്കുകയാണ്, മക്കളെ കെട്ടിക്കാൻ വേണ്ടി വിഷമിക്കുകയാണ്, മറ്റു പള്ളികളിൽ പിരിവിന് പോവാണ്. അപ്പോഴെല്ലാം നീ നാട്ടിലെ പ്രമാണിയായ നീ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ 25,000 10,000 ഒക്കെ ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ആളുകളൊക്കെ പറയുന്നുണ്ട്, അൻസാരി സൂരി ആലപ്പുഴ നല്ല ധർമ്മിഷ്ഠനാണ്, അദ്ദേഹം എന്ത് ചോദിച്ചാലും നല്ല കൈ നിറച്ച് തരുന്നതാണ്, എന്റെ പെങ്ങൾ കടപ്പാടമില്ലാതെ വിഷമിക്കുകയാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ചിന്തിക്കാനുള്ള ബോധം നൽകുമാറാകട്ടെ. ഈ പറഞ്ഞ കാര്യത്തിനോട് നമുക്ക് ശരിക്കും യോജിക്കാൻ പറ്റണം. അവസാനമായിട്ട് പറഞ്ഞ ഒരു വിഷയമുണ്ട്, അതായത് ഈ മറ്റു ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കയ്യിൽ കൊടുക്കാൻ പണമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ കുടുംബക്കാരിൽ ആർക്കെങ്കിലും പ്രയാസം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിലുണ്ടെങ്കിലോ അവരെ സഹായിക്കാൻ ഒരാളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ എടുത്തു പറയുകയാണ്, എവിടെയോ ഇരുന്ന് ചെയറിൽ സിക്കറുകളും മറ്റ് സ്വലാത്തുകളും ഒക്കെ ഓൺലൈൻ മജ്‌ലിസിലൂടെ പറഞ്ഞു തരുന്ന അത്തരത്തിലുള്ള ആൾക്കാർക്ക് പണം അയക്കാൻ ഇവർക്ക് നല്ല രീതിയിൽ ഗൂഗിൾ പേയിൽ പണമുണ്ട്. പക്ഷേ നിങ്ങൾ കുടുംബത്തിൽ തന്നെ എത്രയോ രോഗികളില്ലേ, വീടില്ലാത്തവരില്ലേ, അവർക്ക് കൊടുക്കാൻ 1 രൂപ പോലും നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കണം, ചിന്തിക്കുക, നല്ല രീതിയിൽ ചിന്തിക്കുക. ഈ ഓൺലൈൻ മജ്‌ലിസ് നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം. ഞാൻ ഈ അടുത്തൊരു വീഡിയോൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു കുടുംബത്തിൽ നടന്ന ഒരു സംഭവം. അതായത് ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് പോലും വെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ പോലും ആ ഭാര്യ റെഡിയല്ല. എന്തുകൊണ്ട്? ദിക്ർ പറഞ്ഞു തീർന്നിട്ടില്ല എന്നുള്ളതാണ് അതിൽ വരുന്ന റീസൺ. ഈ കുട്ടികളെയും ഈ ഭർത്താവിനും നോക്കാതെ അല്ലെങ്കിൽ വീട്ടുകാരടക്കം നോക്കാതെ ഇത്തരത്തിലുള്ള ഓൺലൈൻ മജ്‌ലിസിൽ കുത്തിരുന്നിട്ട് എന്താണ് കാര്യം? നിങ്ങൾ അല്പം ബോധമുണ്ടെങ്കിൽ അല്പമെങ്കിലും ചിന്തിച്ച് നോക്കുക. ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സിൽ ഞാൻ വായിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങൾ ഇതിനെ യോജിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ഒന്ന് കമൻറ്റ്സിലൂടെ അറിയിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്.
ഇതിലേറ്റവും കൂടുതലായിട്ടൊന്നും പറയാതെ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൻസാരി സൂരി പറഞ്ഞതുപോലെ നല്ല ബോധമുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.